ഇല്ലല്ലോ. ഓക്കെ, എന്നാൽ എല്ലാവരും കേൾക്കേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇല്ലേ? അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ ആഫ്രിക്കയിലാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്കെല്ലാം അറിയാം, കയറുമ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെല്ലാം ടെലിവിഷനിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയിലെ മിക്ക ഫ്ലൈറ്റ്സിലും അങ്ങനെ ടെലിവിഷനിലൊന്നും അല്ല. ഉടനെ ഒരു ബെൽറ്റും ഒരു ലൈഫ് ജാക്കറ്റും എല്ലാം എടുത്തുകൊണ്ട് എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ എന്തോ ചെയ്യണം, അല്ലെങ്കിൽ കാറ്റ് കുറവാണ് എന്തോ ചെയ്യണം. ഇങ്ങനെ വളരെ അലോസ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ. ഞാനാണെങ്കിൽ ചിലപ്പോൾ ഈ പോകുന്നത് ഒരു ദിവസം തന്നെ 4 ഫ്ലൈറ്റിലും 5 ഒരു ഫ്ലൈറ്റിൽ തന്നെ 4 or 5 ട്രാൻസിറ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് പലപ്പോഴും പോകേണ്ടി വരും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പ്രാവശ്യവും ഈ പിള്ളേർ കയറി വന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കണം, എന്തൊരു ബോറടിയാണ് ഇത് കേട്ടോണ്ടിരുന്നിട്ട്, വല്ലാത്തൊരു പരിപാടിയായി പോകുമല്ലോ. കാര്യം ഞാൻ 5ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്, പക്ഷേ പുതുതായിട്ട് കയറിയ ആളുടെ അന്ന് തന്നെ കേൾക്കുകയാണ്. 5ാമത്തെ പ്രാവശ്യമല്ല, ഒറ്റ ദിവസം 5 പ്രാവശ്യം. പക്ഷേ ഫ്ലൈറ്റേ കയറിയാൽ ഇത് കേട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാതിരിക്കാം, കാപ്പി കുടിക്കാതിരിക്കാം. പക്ഷേ ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സുരക്ഷിതത്വത്തെക്കുറിച്ച് അതിൻ്റെ ചില നിയമങ്ങളുണ്ട്, അത് നമ്മൾ കേൾക്കാതിരിക്കാനായിട്ട് കഴിയില്ല. ഒന്ന്, വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവിക പദ്ധതിയാണ്. അല്ലാതെ ഇത് മനുഷ്യർ ചിലപ്പോൾ അവർ അന്യോന്യം കാണുകയോ അല്ലെങ്കിൽ ആലോചിക്കുകയോ ഒക്കെ ചെയ്ത് കാണും. പക്ഷേ അങ്ങനെയൊന്നും അല്ല വേദോസം പഠിപ്പിക്കുന്നത്. വേദോസം പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ നീ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോളാൻ പറയുകയല്ല. കർത്താവ് പറഞ്ഞ് ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, അല്ലാതെ നമുക്കത് പോയി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ദാറ്റ് ഈസ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ഗാഡ്സ് വർക്കാണ്. ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ആദാമിന് ദൈവം ഹവ്വായെ കൊടുത്തപ്പോൾ ആദാം എന്തോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നീ ഒന്നും ചെയ്യേണ്ടതെന്ന്, ഞാൻ ചെയ്തോളാമെന്ന് ദൈവം പറഞ്ഞ കാര്യം അതാണ്, വേറെ ഒന്നുമല്ല. ഞാൻ തന്നെ ചെയ്തോളാം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ദൈവം ദുഃഖിച്ചുവെന്ന് വേദോസത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായത്തിലാണ്. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ഗാഡ് ഗ്രീവ്ഡ് ബിക്കോസ് ഹീ ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം ഞാൻ ദുഃഖിക്കുന്നു. അപ്പോൾ തനിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ദൈവത്തിന് ദുഃഖമാണ്. ദൈവത്തെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം അത് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആലോചിക്കണം. വാരിയലിൽ നിന്ന് എടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലിൻ്റെ കീഴെന്നാണ് എടുത്തിരുന്നത്. മാത്യു ഹെൻറി പറഞ്ഞാണ്, കാലിൻ്റെ എല്ലേന്നാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ചവിട്ടി താഴ്ത്താമായിരുന്നു. ഇനി സ്കളിൽ നിന്നാണ് എടുത്തിരുന്നതെങ്കിൽ തലയെ കൊണ്ട് നടക്കാമായിരുന്നു. ഇതൊന്നും പറ്റത്തില്ല, എവിടെ തന്നെ വേണം. ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത എല്ലാണ് വാരിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ പങ്കാളി എന്ന് പറയുന്നത്. നോക്ക്, ദൈവത്തിൻ്റെ ആ പദ്ധതി അത് തന്നെയല്ല. നമ്മൾ 127-ാം സങ്കീർത്തനം ഒരുപക്ഷെ ഇവിടെ വായിക്കുമായിരിക്കും. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ, അപ്പോൾ യഹോവ ഭവനം പണിയുന്നെങ്കിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് അവിടെ താഴെ പറയുന്ന കാര്യം. സോ വി നീഡ് ടു സീ ദാറ്റ് ഗാഡ് ഈസ് ബിൽഡിങ് അവർ ഹോം. ഇറ്റ്സ് നോട്ട് ഹൗസ്. ഒരുപക്ഷെ ഈ ബിൽഡിങ് പണിത എഞ്ചിനീയറും കോൺട്രാക്ടറും ഒന്നും ഇവിടില്ല. അവരിത് പണിതേച്ച് പോയി അത് അവിടെ തന്നെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് സിമെൻറ്റും ബ്രിക്സും ഒക്കെയാണ്. പക്ഷേ ഭവനം എന്ന് പറയുമ്പോൾ, ഹോം എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് മെയ്ഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് ബ്രിക്സ്. എന്താണ്? മനുഷ്യരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ പണിയുന്നവൻ കൂടില്ലെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും കൂടെ വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏദൻ തോട്ടത്തിൽ ആദമനെ ഹവ്വയെയും സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവരെ അവിടെ ആക്കിയിട്ട് ദൈവം എന്താ പറയുന്നത്? ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞാണോ പോകുന്നത്? അല്ല. എവറി കൂൾ ഓഫ് ദ ഡേ ഹി വാസ് കമ്മിങ് ഡൗൺ. എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ ഇറങ്ങി വന്നു. അതാണ് വാസ്തവത്തിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ദൈവം കുടുംബത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഒരു ഗാഡ് സെൻറ്റേഡ് ഫാമിലിയാണ്. ദൈവം കൂടെ വേണം. നമ്മൾ സഭാപ്രസംഗിയിൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കുണ്ട് 4ാമത്തെ അധ്യായത്തിൽ, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. നമ്മൾ തലമുടി പിന്നുന്ന സ്ത്രീകളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ 2ആയിട്ടിട്ടാണോ പിന്നുന്നത്, 3ആയിട്ടിട്ടാണോ പിന്നുന്നത്? 3 പിണിയിട്ടാണ് പിന്നുന്നത്. അങ്ങനെ പറ്റുള്ളൂ. 2ആയിട്ട് പിന്നിയാൽ ചുമ്മാ ഒന്ന് അടിച്ചാൽ മതി, ഇത് തകർന്നു പോകും. പക്ഷേ 3ആണെങ്കിൽ അങ്ങനെ തകർന്നു പോകില്ല. അതെന്താണ്? അത് വേറൊരു തമാശ. മുകളിലും താഴെ മാത്രമല്ലല്ലോ നിങ്ങൾ ബന്ധിക്കുന്നതാണോ? അല്ല, ഓരോ ഇഴകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ 3rd സ്ട്രാൻഡ് കയറി ഇറങ്ങി വരുന്നുണ്ട്. ഇതുപോലെ യേശുവിനെ
നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടന്നാലേ അവൻ പണിയുന്നതിൻ്റെ ഗുണമുണ്ടാകത്തുള്ളൂ. കേട്ടോ ലിറ്റു? അല്ലാതെ ഇന്ന് നിങ്ങളെ ദൈവം യോജിപ്പിച്ചെന്ന് പറഞ്ഞ് പിന്നെ കണ്ടോളാമെന്ന് പറയാൻ പറ്റില്ല. എവ്രി കൂൾ ഓഫ് ദ ഡേ, എവ്രി ഈവനിങ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഈവനിങ് ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഇപ്പോഴത്തെ IT പിള്ളേരുടെ സമയത്ത് ഇപ്പോൾ ഈവനിങ് മിക്കവാറും നേരം വെളുക്കുമ്പോഴായിരിക്കും. എന്നാലും ഒരു ഈവനിങ് ഉണ്ടായിരിക്കണം. എന്തിനാണെന്നറിയാമോ? ദൈവം വന്ന് നോക്കിയിരിക്കുകയാണ്. എന്തിന്? സംസാരിക്കാനായിട്ട്. പക്ഷേ ദൈവം വന്ന് നോക്കിയിരിക്കുമ്പോൾ നമ്മളെന്താ പറയും? ഐ എം സോറി ലോർഡ്, ഞാൻ ഇച്ചിരി പണികളുണ്ട്, അതുകൂടെ തീർത്തോട്ടെ. ഇപ്പം ലാപ്ടോപ്പ് പോലും വേണ്ട, കയ്യിലിരുന്ന് പണിയാണ്. 24 hours പണിയെടുത്തിട്ട് MNCകളെല്ലാം കൂടി പിള്ളേരുടെ ചോര ഊറ്റി കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പിള്ളേരോളം ഗതികെട്ട പിള്ളേർ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. മറ്റേയൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ 8 മണിക്കൂർ പണിയെടുത്തായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിലെങ്ങാനും പോയി മക്കളും ഭാര്യയും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന സമയം. ഇത് അതുവല്ലം പറ്റുമോ? പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. എന്താണെന്നറിയാമോ? വൈകുന്നേരം ദൈവം ഇറങ്ങി വരുമ്പം പണി തന്നിരിക്കുകയാണ്, അതിൻ്റെ പുറകെ പോകരുത്, ഇച്ചിരി കുറച്ച് മതിയെന്ന് വെക്കണം. ഇച്ചിരി കുറച്ചുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. പണ്ടൊക്കെ 10 പിള്ളേരുണ്ടായിരുന്നു, ഒരാളെ പണിയെടുക്കത്തുള്ളായിരുന്നു, സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചേ ഉള്ളൂ, 2 പേരും കൂടെ പണിയെടുത്തിട്ട് ജീവിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലിവിങ് വിത്ത് ഗാഡ്. എവ്രി ഈവനിങ് വൈകുന്നേരം കർത്താവ് വരുമ്പോൾ നമ്മളവിടെ കാണണം. അപ്പോൾ സീരിയലിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് വായി പൊളിച്ചിരിക്കരുത്. എന്ത് വേണം? കർത്താവ് വരുമ്പോൾ കഥ തുറന്നിട്ട്, കർത്താവ് വരേണ്ട കാര്യമില്ല. ഇൻഫാക്ട് ഹീ ഈസ് ഇൻ യുവർ ഹോം ആൻഡ് ഗാഡ് വോണ്ട്സ് ടു സീ ദാറ്റ് ഹീ ഈസ് സ്പെൻഡിങ് ടൈം വിത്ത് യു. നിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇറങ്ങി വരുമ്പോൾ സമയം കൊടുക്കാതെ. ഇന്നത്തെ ഏത് വീട്ടിലാണ് വൈകുന്നേരങ്ങളിൽ കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരു കുടുംബം? എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലതില്ല. ഞാൻ വളരെ സങ്കടത്തോടുകൂടെ പറയുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനതുകൊണ്ട് പറഞ്ഞത്, ബാബുജാൻ ഇവിടെ ഉണ്ടല്ലോ, കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങ് പറയുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ ഭാഗം നമ്മൾ വായിക്കാതിരിക്കത്തില്ല, വായിക്കും. പക്ഷേ അതൊന്ന് പെട്ടെന്ന് ഞാനൊന്ന് പറയട്ടെ. അവിടുത്തെ 5-ാം അധ്യായത്തിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു തുടങ്ങുന്നത് 22-ാമത്തെ വാക്യം മുതലാണ്. ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ അധ്യായം അല്ലെങ്കിൽ ആ പാസേജ് തുടങ്ങുന്നത് 21 തൊട്ടാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന പോലെ കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. 2 കാര്യങ്ങളാണ് ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ പൗലോസ് ഇത് പറയാൻ കാര്യം. ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണെന്നറിയാമോ? എത്ര ഫെമിനിസം പുറത്ത് പ്രസംഗിച്ചാലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഭാര്യയാണ് ഏത് ഭർത്താവിനും ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കൂ. അത് പറയാൻ ചിലപ്പം അദ്ദേഹത്തിന് എന്തുവാണ്, വീട്ടിലെ പ്രശ്നം കൊണ്ട് ഒക്കത്തില്ലായിരിക്കും. പണ്ടാരെ പറഞ്ഞതുപോലെ, ഐ ആം ദ ബോസ് ഓഫ് മൈ ഹൗസ് ആൻഡ് ഐ ഗോട്ട് മൈ വൈഫ്സ് പെർമിഷൻ ടു സേ സോ. ഞാൻ എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനെയുള്ള വീടുണ്ട്. എന്തെന്നറിയാമോ? ക്രിസ്തുവിലുള്ള ഭയമില്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അല്ലാതെ അന്യോന്യമുള്ള ഭയത്തിലല്ല, അന്യോന്യം റെവറൻസ് വേണം. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ടെറർ. ഭയം എന്ന് പറയുന്നത് ഭീതി ഉണ്ടാകാൻ പാടില്ല. ഭയം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്? ദൈവഭയം. അത് ഭീതിയല്ല, ദൈവഭീതിയല്ല വേദോസം പഠിപ്പിക്കുന്നത്, ദൈവഭയം. ഭർത്താക്കന്മാരെ റെവറൻസ് ഉണ്ടായിരിക്കണം, ബഹുമാനം ഉണ്ടായിരിക്കണം. പക്ഷേ ഭർത്താക്കന്മാരെ പേടിക്കുന്നത് ഉണ്ടാകരുത്. ഭാര്യ ഭർത്താവിനെയും പേടിക്കരുത്. ഇപ്പം കൂടുതലും പേടിയാതാ ഇല്ലേ? കഴിഞ്ഞിടെ ഒരു കമ്പനിയുടെ GM മാനേജേഴ്സിനെ എല്ലാം കൂടെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു പാർട്ടി നടത്തുകയാണ്. അന്നേരം ചോദിച്ചു, ഞാനൊരു എക്സസൈസ് തരാൻ പോകുകയാണ്, എല്ലാവരും ഇവിടെ ടെലിഫോൺ എടുക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് 11 മണിയായി. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയുക, 1 മണിയാകുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ 5 കൂട്ടുകാരും കൂടെ ഉച്ചയ്ക്ക് വീട്ടിൽ കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറയുകയും മറുപടി സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിക്കുകയും വേണമെന്ന്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങോട്ട് പറയുക, എന്ത്, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് 5 പേരങ്ങോട്ട് വരുന്നുണ്ട്, മറുപടി സ്പീക്കർ ഫോണിലിടണം. എന്തായിരിക്കും ഗതിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരു സ്ത്രീ മാത്രം പറഞ്ഞു, അതിനെന്താ, നിങ്ങളുടെ കൂട്ടുകാരല്ലേ, നമുക്കിവിടെ ഉള്ളത് കൊടുക്കാമല്ലോ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്താണ്? ഭയമുണ്ടാകാൻ പാടില്ല, അന്യോന്യം ഭയപ്പെടാൻ പാടില്ല. ഒരു സൂ കാണാനായിട്ട് ഒരു ദിവസം ഒരു ഭർത്താവ് പറഞ്ഞു, നമുക്കിന്ന് എല്ലാവർക്കും കൂടെ സൂ കാണാൻ പോകാമെന്ന്. പിള്ളേരെല്ലാം അടുത്ത് കൂടി. ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഇവിടെ ആരും പോകുന്നില്ല. ഞാൻ വരുന്നില്ലെന്നല്ല പറയുന്നത്, ഇവിടെ ആരും പോകുന്നില്ല. തീരുമാനമായി. ഭർത്താവ് പറഞ്ഞു, എന്നാൽ പോകുന്നില്ല, അതേ നടക്കുകയുള്ളൂ. ഉടനെ കൊച്ചു വന്നിട്ട് ചോദിച്ചു, ഡാഡിക്ക് സൂയിൽ പോകാൻ പേടിയില്ലേ? സൂയിൽ പോകുന്ന എന്തിനാണ് പേടിക്കുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആനയെ പേടിയില്ലേ? ആനയെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്?
കടുവായെയോ? കടുവായെ എനിക്ക് പേടിയില്ല. സിംഹത്തെയും പേടിയില്ല. അപ്പോൾ ഡാഡിക്ക് മമ്മിയെ മാത്രമേ പേടിയുള്ളല്ലേ? ഇതാ ഇപ്പോൾ പല വീട്ടിലെയും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ പേടി? വേറൊരു പേടി ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നാണ് എൻ്റെ അർത്ഥം. ഭവനത്തിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഭയം ഉണ്ടാകുന്നത്. അല്ലാതെ ക്രിസ്തുവിൻ്റെ ഭയം എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്നുള്ളതൊരു വിഗ്രഹ യേശുവാണ്. നമ്മളൊക്കെ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവരുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഗ്രഹങ്ങളെ കാണണമെങ്കിൽ അവിടെ ചെല്ലണം, അവിടെ വെച്ച് കാണാം, അവിടെ വെച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരത്തില്ല, അതവിടെ തന്നെ ഇരുന്നോളും. അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം എന്നാണെന്നറിയാമോ? ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ഏറ്റവും സൗകര്യം. കാര്യം നമ്മുടെ കൂടെ വീട്ടിലോട്ട് പോരത്തില്ലല്ലോ. പക്ഷേ യേശു അവിടെ ഇരിക്കുന്ന ഒരു വിഗ്രഹ യേശുവല്ല, പള്ളിയിലിരിക്കുന്ന അല്ലെങ്കിൽ സഭാഹോളിലിരിക്കുന്ന ഒരു വിഗ്രഹ യേശുവല്ല. ഈ യേശു നമ്മുടെ കൂടെ ഇങ്ങനെ വീട്ടിൽ പോരുന്നൊരു യേശുവാണ് എന്ന് തന്നെയല്ല. ഇവൻ വീട്ടിൽ വന്നാൽ ഭയങ്കര ശല്യവുമാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഇൻവേർട്ടർക്കമായി വേണം ശല്യം എന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എഴുതി വെക്കും, ക്രൈസ്റ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ഈസ് ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവരി മീൽ എന്നൊക്കെ എഴുതി വെക്കും. വളരെ കാണാൻ അദൃശ്യനായ അതിഥിയാണെന്നൊക്കെ എഴുതി വെക്കും. പക്ഷേ യേശു അതിഥിയൊന്നുമല്ല. അതിഥിയാണെങ്കിൽ നമുക്ക് സ്വീകരണ മുറിയിൽ ഇരുത്തിയാൽ മതിയായിരുന്നു. ഇവൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എല്ലാ മുറിയിലും കയറി വരും, അടുക്കളയിലും കയറി വരും, ഫ്രിഡ്ജ് തുറന്ന് നോക്കും, ടെലിവിഷനിൽ എന്തോ ഓടുന്നതെന്ന് നോക്കും, പിള്ളേർ കമ്പ്യൂട്ടർ തുറന്ന് വെച്ച് ഏത് സൈറ്റാണ് വിസിറ്റ് ചെയ്തെന്ന് നോക്കും. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകുന്നവർ സൂക്ഷിച്ചോണം. അങ്ങനെ ജീവിക്കാൻ കഴിയാത്തവൻ അവിടെ ജീവിക്കാൻ യേശുവിനെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായി പോകും. പക്ഷേ അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വീടെന്ന് പറയുന്നത്. ആ വീടൊരു സ്വർഗമായിരിക്കും. കാരണം ഞാൻ ഭാര്യയോട് ചൂടാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? കാര്യം യേശു അടുത്ത് നിൽക്കുക. അയലോക്കക്കാരനോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല, ജോലിക്കാരിയോട് ചൂടാകാൻ പറ്റത്തില്ല, കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? കാര്യം യേശു അടുത്ത് നിൽക്കുകയല്ലേ. മുട്ടിമുട്ടി യേശു നിൽക്കുന്ന അവസ്ഥ. മുട്ടിമുട്ടി യേശു നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഒരു യഥാർത്ഥ കുടുംബത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ വേണം. ആ കുടുംബമാണ്, അതൊരു സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു നരകമായിരിക്കും. ഇന്ന് പിള്ളേരൊക്കെ വാസ്തവത്തിൽ കുടുംബത്തെ കണക്കാക്കുന്നത് നരകം പോലെയാണ്. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് ഒരു ടീച്ചർ ചോദിച്ചു, സ്വർഗവും നരകവും ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന്. ഒരു കൊച്ചു പറഞ്ഞു, സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നരകം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് ചോദിച്ചാൽ അതെന്താ? ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന്. ഇതാ ഇന്നത്തെ സ്റ്റേജ്. ദയവ് ചെയ്ത് നിങ്ങളുടെ വീടൊരു നരകമാക്കരുത്. അത് സ്വർഗമാക്കണമെങ്കിൽ യേശു അവിടെ വസിക്കണം. യേശുവിൻ്റെ ഭയത്തിൽ അവൻ എൻ്റെ കൂടെ നടക്കുന്നെന്നുള്ള ബോധ്യത്തോടുകൂടെ, അവൻ എന്നെ കാണുന്നെന്ന് മാത്രമല്ല, അവൻ എന്നെ കേൾക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെപ്പോലും അവൻ കരുതുന്നു, അവൻ അറിയുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഒന്ന് ജീവിക്കുക. അപ്പോഴറിയാം നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാകുന്നത്. 26 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കങ്ങനെ ചുമ്മാ കയറി എല്ലായിടത്തും ചെന്ന് പറയുന്നത് പോലെ പറയാനൊന്നും പറ്റില്ലല്ലോ. അവളെ അവിടെ എഴുതിക്കൊണ്ടല്ലേ ഈ പറയുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. സാക്ഷ്യത്തോടുകൂടെ കർത്താവിനോട് കൂടെ ഒരു ഭവനം പണിയുന്നതാണ് ജീവിതത്തിൽ. ആ ഭവനം ഒരു സ്വർഗമായിരിക്കും. ഇറ്റ്സ് എ ഹെവൻ. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. കാര്യം ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കീഴ്പ്പെടുന്ന ഒരു ഭാര്യയാണ്. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നറിയാമോ? സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അതുകൊണ്ടാണല്ലോ സ്ത്രീകളൊക്കെ പറയുന്നത്, അങ്ങനെ എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടി എല്ലാവരും തന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? അതാണ് അവൾക്ക് ഏറ്റവും ആഗ്രഹമുള്ളത്. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അത് ദൈവത്തിൻ്റെ നിയമമാണ്. ചില ആളുകൾ ചോദിക്കും, അതെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവളെൻ്റെ തലേ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? മറ്റേ ഒരാൾ ഭാര്യയെ ചോദിക്കുമായിരിക്കും, അതെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അയാൾക്കൊരു എങ്ങനെയാണ് കീഴ്പ്പെടുന്നത്? അങ്ങനെയൊരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ വേണ്ടുകയില്ലായിരുന്നു. പങ്കാളി പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ലോകം മുഴുവൻ നടന്ന് ഈ ഫാമിലീസിനെ കൗൺസിലിങ്ങൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു, പങ്കാളി പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത്, നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. ഭർത്താവ് സ്നേഹിക്കുന്നില്ലയോ? എന്നാലും കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യ കീഴ്പ്പെട്ടിരിക്കുന്നില്ലയോ? എന്നാലും സ്നേഹിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതാണ് കൽപ്പന, അതാണ് നിങ്ങളോടുള്ള കൽപ്പന. അങ്ങനെ നിങ്ങൾ കീഴ്പ്പെടാതിരിക്കുന്ന ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും സ്നേഹിച്ചുകൊണ്ടിരിക്കാത്ത ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം? ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാത്ത, മുപ്പിരിച്ചരട് പോലെ നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു യേശുവിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളവിടെ കാണണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു നരകമായിരിക്കും. ഇത് ഞാൻ പറയുന്നത്
എൻ്റെ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവരെൻ്റെ മക്കളെ പോലെയാണ്. ലിറ്റു ഈസ് ജസ്റ്റ് ലൈക്ക് മൈ സൺ. മോളെയാണെങ്കിലും ഐ ഹാവ് നോൺ ഹെർ ഫ്രം വെരി ഏർലി ഏജ്. അപ്പോൾ അങ്ങനെ അവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. യേശു കർത്താവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട് ആ ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊന്ന് തിരിച്ചറിയണം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 1 മിനിറ്റ്, നമുക്ക് സമയമില്ല, പക്ഷേ എത്ര സമയമില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 1 മിനിറ്റ് ഒന്ന് പറ, യേശുവേ, നീ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ കുടുംബത്തെ നിൻ്റെ സാമീപ്യത്താൽ സ്വർഗമാക്കി തരണം. 1 മിനിറ്റ് ഒന്ന് പറ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറ. പറയണമെന്നുള്ളവർക്ക് വാ തുറന്ന് തന്നെ പറ, കർത്താവേ, എൻ്റെ കുടുംബം ഒരു സ്വർഗമാകണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേദപുസ്തകം പറയുന്നത് പോലെയുള്ള ഒരു ജീവിതം, ഒരു കുടുംബജീവിതം എനിക്ക് വേണം കർത്താവേ എന്ന് പറയുന്നവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് പറ, കർത്താവേ, എൻ്റെ ഭവനത്തെ നീ ഒന്ന് പണിയണമേ. കർത്താവേ, യേശു എൻ്റെ കുടുംബത്തിൽ നടക്കുന്നത്, ഇരിക്കുന്നത്, എൻ്റെ ഹൃദയവിചാരങ്ങളെ അറിയുന്നത്, നിൻ്റെ സാമീപ്യത്തിൻ്റെ നിറവിൽ ഒരു വ്യത്യസ്ത ജീവിതം നയിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ തക്കവണ്ണം എന്നെ ഒന്ന് സഹായിക്കണം കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ ഒന്ന് കാണട്ടെ, എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും, കർത്താവേ, ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവേ എപ്പോഴും നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ കർത്താവേ, നിന്നെ പ്രതിനിധീകരിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി തീർക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഇവിടെയും അതുപോലെ തന്നെ കർത്താവേ, ഓ ഹല്ലേലൂയ, നിൻ്റെ ജീവിതം ഞങ്ങളിൽ ജീവനായി തീർന്നിട്ട് നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കുവോളം കർത്താവേ, നിൻ്റെ പ്രതിനിധികളായി ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.